ഞാൻ സ്വയം വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇതെന്റെ സ്വന്തം വീട് തന്നെയാണെന്ന്. ഇവിടെ ഉള്ളവരെല്ലാം എൻ്റെ സ്വന്തം തന്നെയാണെന്ന്. സത്യയും പപ്പിയും എൻ്റെ സ്വന്തം തന്നെയാ. ഈ ഒരു മനസ്സോടെയാ ഞാനിവിടെ നിൽക്കുന്നത്. ആ എന്നെ ഒരു അന്യനായിട്ട് ശാലിനി കാണരുത്. അച്ഛാ, പതിയെ പതി വാച്ച. ശാലിനി കുഞ്ഞേ, ശാലിനി കുഞ്ഞേ, കുഞ്ഞേ. എന്താ പൊന്നി? ദാ രാഘവൻ സാറ്. അച്ഛൻ ഈ രാത്രിയിൽ ഇത് എവിടെ പോയതാ? ഞാൻ ഇനി നോക്കാൻ ഒരു സ്ഥലമില്ല. അച്ഛൻ എവിടേക്കെങ്കിലും പോകുന്നെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് പൊയ്ക്കൂടെ? എനിക്ക് എന്റെ ഭാര്യയെ കാണാൻ പോയത് നിങ്ങളുടെ അനുവാദം എന്തിനാ? എനിക്ക് ഭാമയെ കാണാൻ പോകണമെന്ന് തോന്നി, ഞാൻ പോയി. അതൊന്ന് പറഞ്ഞിട്ട് പൊയ്ക്കൂടെ എന്നാ ഞാൻ ചോദിച്ചേ. വെറുതെ വീട്ടിലിരിക്കുന്നവരെ ആദ്യം കേട്ടണോ? ഞാൻ പറഞ്ഞിട്ട് വന്നാലേ നിങ്ങൾ എന്നെ വിടുവോ? വിടത്തില്ലല്ലോ. പിന്നെ ഞാൻ പോയെന്താന്ന് വെച്ചാ, ഇവനെ കാണാതെ ഒരു ദിവസങ്ങളിൽ നിനക്ക് ഇരിക്കാൻ പറ്റുമോ? ഓ ആ, അതുപോലെ തന്നെ എനിക്കും എന്റെ ഭാര്യയെ കാണാതിരിക്കാൻ എനിക്കും പറ്റത്തില്ല. അതെന്താ, നിങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രം പരസ്പരം സ്നേഹിച്ചാൽ മതിയാ? പ്രായമായെന്നേ ഉള്ളു. ഞങ്ങളുടെ മനസ്സിപ്പോഴും ചെറുപ്പമാ. അവൾക്ക് എന്നെയും എനിക്ക് അവളെയും കാണാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പോയത്. അതെ, വേറെ കാര്യം ഞാൻ പറയാം. അവളെ നാളെ സ്റ്റേഷൻ ഇറക്കൊണ്ട് വന്നില്ലെങ്കിൽ ഇനിയും ഞാൻ പോവും. ആ അച്ഛാ, എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. എവിടെ പോവാ? എവിടെയാടാ ഈ രാത്രി പാതിരാത്രിക്ക് പോന്നേ? അല്ല, പഴയ പോലെ സന്ധ്യ കഴിഞ്ഞാ പിന്നെ നിന്നെ ഇവിടെ കാണുന്നില്ലല്ലേ? നേരത്തേക്ക് കിടക്കുന്നതിന് മുമ്പേ എന്നെ ഒന്ന് കാണുകയും എന്റെ അടുത്ത് ഒരുപാട് പേര് വന്നിരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നല്ലേ. ഇപ്പൊ എന്ത് പറ്റിയടാ നിനക്ക്? പണ്ടത്തെ പോലെ നിനക്ക് അച്ഛനോട് സ്നേഹമൊന്നും ഇല്ല അല്ലേ? അതൊക്കെ അച്ഛന് വെറുതെ തോന്നുന്നതാ. ചില ആൾക്കാരിന്ന് പണം വാങ്ങിക്കാൻ അവര് പറയുന്ന സമയത്തൊക്കെ പോകേണ്ടി വരും. അതാ പഴയ പോലെ അങ്ങനെ അച്ഛനെ കാണാൻ പറ്റാത്തത്. എന്നാലേ ഇന്നിപ്പോ തൽക്കാലം നീ എങ്ങോട്ടും പോകണ്ട. കിട്ടാനുള്ള കാശ് നമുക്ക് വേണ്ട. മക്കളെ, ഇവനെ വിളിച്ചോണ്ട് പോയിട്ടെ എന്തായാലും കഴിക്കാൻ കൊടുക്ക്. ഇനി ഇവനെ ഇവരോടത്തേക്ക് വിടില്ല കേട്ടോ. അതെ, ഈ ആണുങ്ങൾ രാത്രി പുറത്ത് കറങ്ങി നടക്കുന്നതേ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെ പിടിപ്പിടുകൊണ്ട് തന്നെ. അത് ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ആ അതെ, ഞാൻ ഒന്ന് കിടക്കട്ടെ. ഇന്നത്തെ ഓട്ടം ചാട്ടമൊക്കെ ഇട്ട് വല്ലാത്ത ക്ഷീണം. എടാ സോറി. എന്തിന്? രാത്രിയില് ബുദ്ധിമുട്ടിച്ചതിന്. ഇതൊക്കെ എന്റെ കടമയായിട്ടേ ഞാൻ കൂട്ടിയിട്ടുള്ളൂ. എന്റെ അച്ഛനും അമ്മയ്ക്കും ഒരു ആവശ്യം വന്നാ എന്നെ അല്ലാതെ പിന്നെ ആരെയാ ശാലിനി വിളിക്കുക? എന്നെ അങ്ങനെ വിളിച്ചതിന് ഞാനാണ് ശാലിനിയോട് നന്ദി പറയേണ്ടത്. എന്നെ ഇവിടുത്തെ ഒരാളായിട്ട് അംഗീകരിച്ചല്ലോ. ഇതെനിക്ക് അന്യ വീടല്ലെന്ന് മനസ്സിലാക്കി തന്നല്ലോ. എനിക്കത് മതി, അത് മാത്രം മതി. അല്ല, അത് പിന്നെ ഞാൻ അങ്ങനെയൊന്നും ഓർത്തല്ല എന്നെ വിളിച്ചെന്നല്ലേ പറയാൻ പോകുന്നത്. ഞാൻ സ്വയം വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇതെന്റെ സ്വന്തം വീട് തന്നെയാണെന്ന്. ഇവിടെ ഉള്ളവരെല്ലാം എൻ്റെ സ്വന്തം തന്നെയാണെന്ന്. സത്യയും പപ്പിയും എൻ്റെ സ്വന്തം തന്നെയാ.
ഈ ഒരു മനസ്സോടെയാ ഞാനിവിടെ നിൽക്കുന്നത്. ആ എന്നെ ഒരു അന്യനായിട്ട് ശാലിനി കാണരുത്. മറ്റൊന്നും എനിക്ക് വേണ്ട. അധികാരമോ അവകാശമോ ഒന്നും വേണ്ട. എന്നെ തള്ളിപ്പറയായിരുന്ന മാത്രം മതി. സാറേ, സാറേ, കൃഷ്ണകുട്ടി സാറേ, കൃഷ്ണകുട്ടി സാറേ, സാറേ, രാജേന്ദ്രനാണേ, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടേ. എടാ രാജേന്ദ്ര, വാതുക്കെ തന്നെ ഈ കിടുതാപ്പ് പണിത് വെച്ചിരിക്കുന്നതേ ആളെ കാണിക്കാനല്ല, ഇത് ഞെക്കി വന്ന വിവരം അകത്തുള്ളവരെ അറിയിക്കാൻ വേണ്ടിട്ടാ. അത് വിട് സാറേ, സാറിപ്പോ പുറത്ത് വന്നില്ലേ, എനിക്ക് അതേ ആവശ്യമുള്ളൂ. എനിക്ക് ഇത്ര ചില്ലറ തരിക, ഞാനത് വാങ്ങുക, എന്നിട്ട് എന്റെ പോക്കറ്റിലിടുക, ഞാനങ്ങ് പോവാ, അത്രേ ഉള്ളൂ. എടാ രാജേന്ദ്ര, നിന്റെ വിളച്ചിലൊക്കെ നിന്റെ കയ്യിൽ തന്നെ അങ്ങ് വെച്ചാ മതി. ഇതേപോലെ പല പ്രാവശ്യം പല കാര്യങ്ങൾ പറഞ്ഞ് നീ എന്റെ കാശ് വാങ്ങിയിട്ടുണ്ട്, അതൊന്നും തിരിച്ചു തന്നിട്ടുമില്ല. ഇതങ്ങനെയല്ല സാറേ, ഈ കരള് തകർന്ന് പഞ്ചറായിരിക്കണം എന്നാ ഡോക്ടർ പറഞ്ഞത്. ചികിത്സയ്ക്ക് നല്ല തുകയാവും. അതൊന്നും എന്നെ കൊണ്ടും എന്റെ ഭാര്യ കൊണ്ടും കൂട്ടിയാ കൂടത്തില്ല. സത്യം. തൽക്കാലത്തേക്ക് വേദന ഒന്ന് പിടിച്ചു ചേർത്താൽ 1-2 ഗുളിക വാങ്ങണം. ഒരു 500 രൂപ തന്നാ മതി, കൂടുതലൊന്നും വേണ്ട. 500. 500 രൂപയെ? ഓ, അത് നിനക്ക് ചിലപ്പോ കൂടുതലല്ലായിരിക്കും, പക്ഷെ എനിക്കതൊരു വലിയ തുക തന്നെയാ. നീ പോ മോനെ രാജേന്ദ്ര. പിന്നല്ല സാറേ, എന്റെ ഭാര്യ ജോലി ചെയ്യുന്ന എവിടെയാണെന്ന് അറിയാലോ? കുടുംബശ്രീ ശാരദയുടെ ഹോട്ടല്. അതുകൊണ്ടാ അവിടെ നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഞാൻ ഇവിടെ വന്ന് പറയുന്നത്. അവിടുത്തെ ശ്യാമയുണ്ടല്ലോ, അതായത് ശാരികയുടെ അനിയത്തി, മുഴു ഭ്രാന്താണെന്ന്. ഭ്രാന്ത? ആ, ഭ്രാന്ത് തന്നെ. ചങ്ങലക്കിടേണ്ടി വരുമോന്നൊരു സംശയമുണ്ട്.